ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ പോപ്പുലറായ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ പേര് 7 കപ്പ് കേക്ക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്, നല്ല ടേസ്റ്റുമാണത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. അതായത് നമ്മൾ ബജിക്കൊക്കെ എടുക്കുന്ന കടലമാവ് അല്ലെങ്കിൽ കടലപ്പൊടി അല്ലെങ്കിൽ ബേസൻ. ഇതൊരു 1/2 കപ്പ് കേട്ടോ. ചെറിയ അളവിലാണ് കാണിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ഇനി കൂടുതൽ അളവിൽ വേണമെങ്കിൽ ആദ്യം ചെറിയ അളവിൽ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ അളവ് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റി ആയിട്ട് എടുത്താൽ മതി. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു കപ്പിലാണ് ഞാൻ അളവൊക്കെ എടുത്തത്. ഇത് 120 ml സാധാരണ നമ്മൾ മെഷർമെൻറ്റ് കപ്പാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ മെഷറിംഗ് കപ്പിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഗ്ലാസ്സാണ് അല്ലെങ്കിൽ ചെറിയ ബൗളാണ് അല്ലെങ്കിൽ ചായയുടെ കപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ അളവിനും ആ ഒരു കപ്പ് തന്നെ ഉപയോഗിക്കുക, അത്രേ വേണ്ടൂ. അടുത്തത് പഞ്ചസാരയാണ്, അതും സെയിം കപ്പിൽ തന്നെയാണ്. അപ്പോൾ 1/2 കപ്പ് ആദ്യം ചേർത്തു, വീണ്ടും ഒരു 1/2 കപ്പ് കേട്ടോ. പഞ്ചസാര മാത്രം ഡബിൾ ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്, ബാക്കിയെല്ലാം 1/2 കപ്പിന് ഓരോ കപ്പാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് 1/2 കപ്പ് നാളികേരം. ഇത് ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത നാളികേരമാണ്. അപ്പോൾ ഇതിൻ്റെ ആ പുറമേയുള്ള ബ്രൗൺ കളർ കളഞ്ഞിട്ട്, ആ ബ്രൗൺ തൊലി കളഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി കൂടുതൽ നല്ലത്. അപ്പോൾ 1/2 കപ്പ്. പിന്നെ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ബദാമും അണ്ടിപ്പരിപ്പുമാണ് കേട്ടോ. ഇത് 1/2 കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടിയിട്ട് 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒന്നില്ല വെച്ചാൽ 1/2 കപ്പ് മുഴുവനായിട്ട് ബദാം എടുക്കാം, അല്ലെങ്കിൽ 1/2 കപ്പ് മുഴുവനായിട്ട് അണ്ടിപ്പരിപ്പ് എടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ 1/2 കപ്പ് പാൽപ്പൊടി എടുത്താലും മതി. ഇത് മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാ ബദാമും അണ്ടിപ്പരിപ്പും കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പൊടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ, പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് പാലാണ്. കാച്ചിയതായാലും കാച്ചാത്തതായാലും പ്രശ്നമില്ല. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് നെയ്യാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പം മൊത്തം 7 കപ്പാണ്. പക്ഷേ പഞ്ചസാര മാത്രം അതിൽ 2 കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മൊത്തം 6 തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കപ്പ് ആയിട്ട് കണക്കാക്കുമ്പോൾ 7 കപ്പുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം കടലപ്പൊടി ചേർക്കാം. പൊടി അതിൻ്റെ പച്ചമണം മാറിയിട്ട് നല്ലൊരു വറുത്ത മണം വരുന്നവരെ ഒന്ന് വറക്കാം. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു വറുത്ത മണം വരുന്നുണ്ട്. അപ്പോൾ അത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. അധികം നേരമൊന്നും വേണ്ട, 2 മിനിറ്റ് മതി. ഇനി ഇതിലേക്ക് ആ പഞ്ചസാര ചേർക്കുക. അതുപോലെ തന്നെ പാലും കൂടി ചേർക്കണം. ബദാം കാഷ്യൂ പൗഡർ കൂടി ചേർക്കുക. ഇനി ആ നെയ്യും കൂടി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ചിട്ട് കട്ട കെട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയ്ക്ക് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യുക, നന്നായിട്ട് വേവിച്ചെടുക്കുക. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. ഇനി ഇത് ഇടയ്ക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഇത് നന്നായിട്ട് പാകപ്പെടുത്തി എടുക്കുക. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണത്. ഇത് വല്ലാതെ ചെറിയ ഫ്ലെയിമിലിടേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിം, പിന്നെ കുറച്ചൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ കടലമാവൊക്കെ വറുത്തതല്ലേ, അപ്പോൾ പിന്നെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിങ്ങനെ സൈഡിൽ നിന്നൊക്കെ തന്നെ വിട്ട് വരാൻ തുടങ്ങും. ഞാൻ ആവശ്യത്തിന് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, അതിങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അതിങ്ങനെ കുറുകി വരുന്നുണ്ട്, നല്ല കട്ടിയിലായി വരുന്നുണ്ട്. പിന്നെ ഇത് അവസാനം ആകുമ്പോൾ അതിങ്ങനെ ചെറിയൊരു പത പോലെ നമുക്കിങ്ങനെ തോന്നും കേട്ടോ. പത പോലെ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ നെറ്റ് പോലെ ഇങ്ങനെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അത് ആ ഒരു പരുവാണ് കറക്റ്റായ പരുവം. പിന്നെ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് നോക്കേണ്ടതെന്ന്. ഇപ്പോൾ എളുപ്പത്തിൽ ഇതിൻ്റെ പാകം എങ്ങനെ നോക്കുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. കയ്യിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ പുരട്ടുക.
എന്നിട്ട് ആ പിന്നെ മാവ് കുറച്ച് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി നോക്കുക. ഇങ്ങനെ ഉരുണ്ട് വരുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായി എന്നാണ്. നല്ല ചൂടുണ്ടാവും കേട്ടോ, അപ്പോൾ ശ്രദ്ധിക്കണം, കൈ പൊള്ളും. അപ്പോൾ കുറച്ചൊന്ന് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ചെയ്താൽ മതി, അങ്ങനെയാകുമ്പോൾ കൈ പൊള്ളില്ല. അപ്പോൾ ഞാനിത് എടുത്ത ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം കാണിച്ചു തരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ കൂടുതൽ സോഫ്റ്റ് ആവാനും പാടില്ല, കൂടുതൽ ഹാർഡ് ആവാനും പാടില്ല കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിരിക്കണം, അതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനിയിപ്പോൾ ഇത് നെയ്യ് പുരട്ടിയ ഒരു ട്രേയിലേക്കാണ് ഇപ്പോൾ ഞാനിത് ഒഴിക്കുന്നത്. നെയ്യ് പുരട്ടിയ പ്ലേറ്റ് ആയാലും മതി, എന്താ നിങ്ങളുടെ കയ്യിലുള്ള പാത്രം വെച്ചാൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഈ ട്രേ തന്നെ വേണമെന്നില്ല. അപ്പോൾ നല്ല ചൂടുള്ളപ്പോൾ തന്നെ ട്രേയിലേക്ക് മാറ്റണം, എന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യണം. ട്രേയിൽ നെയ്യ് പുരട്ടുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചാലും മതി കേട്ടോ, അങ്ങനെ ആകുമ്പോഴും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ട്രേയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക, നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതേപോലെ അടിഭാഗം പരന്ന ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളോ കട്ടോരിയോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ അടിയിൽ നെയ്യ് പുരട്ടുക. ഇനി നെയ്യ് പുരട്ടിയിട്ട് ഇതിൽ കാണുന്ന പോലെ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി. അതൊന്ന് ലെവലാവാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ലെവൽ ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ മീതെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇത് എത്ര സോഫ്റ്റ് ആണെന്ന്. പക്ഷേ ഇത് പെട്ടെന്ന് ഇത് ഉറച്ച് കറക്റ്റ് ആ ഒരു പാകത്തിന് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്, അതേപോലെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിൻ്റെ ശേഷം ഡിമോൾഡ് ചെയ്യാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, കൂടുതൽ നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോവും, പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അതേപോലെ കുറവായാലും വല്ലാതെ സോഫ്റ്റും ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഞാൻ കാണിച്ച കറക്റ്റ് ആ പാകമാണ് നോക്കേണ്ടത്. ഇപ്പോൾ നോക്കൂ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചതിലും കൂടുതൽ പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണത്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഓണത്തിന് നല്ലൊരു സ്വീറ്റ് ആയിക്കോട്ടെ. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽത്തി ആവണമെങ്കിൽ ഈ വൈറ്റ് ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം, അപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.